ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് യെറ്റ് അനദർ വ്ളോഗ്. കൊസാമോയിലെ മൂന്നാമത്തെ ദിവസമാണ്, അല്ല രണ്ടാമത്തെ ദിവസമാണ്. സോ നല്ല ഈ കാണുന്നത് വേർത്ത് കുളിച്ചിരിക്കാൻ ഞാൻ ഓൾറെഡി കുളിച്ചു. അതിൻ്റെ കൂടെ ചൂട് ഗൈസ്, വൻ ചൂട്. സോ നമ്മളിപ്പോൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡാനയാണ് നമ്മുടെ ടൂർ ഗൈഡ്. സോ ലെറ്റ്സ് ഗോ വിത്ത് ദം. ഡാനയും ആഷിക്കും നടക്കുകയാണോ? നമ്മളെങ്ങോട്ടാ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്? മനസ്സിലാവുന്നുണ്ട്. ചൂടായോണ്ട് ഞാൻ എന്തും പറയും. നമ്മൾ എവിടെ കഴിക്കാൻ പോകുന്ന മൂന്നാമത്താണോ ചോദിക്കുന്നത്? വ്യൂ പോയിന്റ് ഓക്കെ. ഓൺ ദ വേ ടു കൊസമായി വ്യൂ അല്ലേ? കൊസമായി വ്യൂ. സത്യം, ആദ്യം ഒരു സ്വന്തമായിട്ട് കുറച്ച് ആദ്യം കട്ട് ചെയ്ത് ഒറ്റ പോക്ക്. ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് പോസിറ്റിവിറ്റി വേണോ? പോസിറ്റീവ് എനർജി തരാത്ത ആൾക്കാരിൽ നിന്നും ഞാൻ എന്റെ ഡിസ്റ്റൻസ് പാലിക്കുന്നതായിരിക്കും. തൊട്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് കുറെ ഊളത്തരം പറയും. നമ്മൾ എങ്ങനെ മിണ്ടായിരിക്കും? നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഓ, ഇപ്പഴെങ്കിലും മാ തുറന്നല്ലേ? ഇന്നലെ കടന്നൽ കുത്തി ഓടിക്കളഞ്ഞ് പാവം ആഷിക്കിനെ കടന്നൽ കുത്തി. കടന്നൽ കുത്തിയപ്പോ ഓടിയിട്ട് ഇരുന്ന് കരയണം. എന്തിനാ? കടന്നൽ കുത്തിയ വേദന കാരണമല്ല, കടന്നൽ കുത്തിയിട്ട് 10 മിനിറ്റ് ആയിട്ട് ആഷിക്ക് വന്നില്ല. ഒരിക്കലും ഞാൻ ആ സമയത്ത് ആഷിക്കിനെ ആലോചിച്ച പോലില്ല. എന്റെ വേദന മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ ആഷിക്ക് പ്രൈവറ്റ് ഏരിയ ആണ്. ഇൻസ്റ്റഗ്രാം ഞാൻ പറയൂല, പക്ഷെ ബിക്കോസ് ഓഫ് ദ വ്യൂ പോയിന്റ്. അങ്ങനെയുള്ള റെസ്റ്റോറന്റ് ആണ്. ഇരിക്കുന്നത് സമൂഹി വ്യൂ പോയിന്റിലാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് സ്കൂട്ടർ എടുത്താൽ നമ്മൾ സ്കൂട്ടറൊക്കെ റെന്റ് ചെയ്താൽ നമുക്ക് വരാനേ ഉള്ളൂ. റെന്റ് ചെയ്യാത്ത എനിക്ക് വലിയ വിശ്വാസമില്ല. ഇതാണ് നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്ത് കയറും മുന്നേ ഐ തോട്ട് ഐ വിൽ ഷോ യു സം വ്യൂസ്. നോക്കൂ എൻ്റെ മോനെ, എന്താ അല്ലേ അടിപൊളി. ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറത്തി കാണിച്ചു തരായിരുന്നു. അങ്ങോട്ടൊക്കെ വെള്ളം, വെള്ളം ആസിൻ കടലാണ് ഗൈസ്. നമ്മളിനി ഈ കുക്കൂൺ റെസ്റ്റോറൻറ്റിലേക്ക് എൻറ്റർ ചെയ്യുവാണേ. ഹായ്, ഞാൻ കട്ട വ്യൂ, അതായത് നമ്മൾ കഴിക്കണത് തന്നെ വ്യൂവിലാണ് ഗൈസ്. ലുക്ക് അറ്റ് ഇറ്റ്. എന്താ അല്ലേ, ഒരു അടിപൊളി പരിപാടി ഗൈസ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇറങ്ങി. അഡ്വഞ്ചറസ് റൈഡാണെന്നാണ് തോന്നുന്നത്. കാണിച്ചു തരാം. വ്യൂ ഒക്കെ കണ്ട ഗൈസ്, ഭയങ്കര വ്യൂ ആയിട്ടുണ്ട്. ഞാൻ സുബിന്റെ അടുത്ത് പറയായിരുന്നു, ആ പൊട്ടനെ പൊട്ടിയും മിക്കാറും വണ്ടി എടുത്ത് പൊട്ടിയുടെ കൂടെയുള്ള പൊട്ടാറ്റോ. ഞാൻ ഡ്രൈവറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, Hi, do you know this some good place for shopping? No. Now my location is good for shopping? Yeah. Okay. Any shop open? Okay. എനിക്കൊന്നും ഞാൻ തായ്ലൻഡുകാരിയായെന്നാണ് തോന്നുന്നത്. എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ വില്ല അങ്ങ് മേടിക്കാം. വില്ല ഫോർ സെയിൽ. സുബിൻ ഇറക്കൂ. Airbnb ഒക്കെ കൊടുത്ത് പൈസ ഇറക്കൂ. എത്രയാവും പറ? അയ്യോ, ആകെ കാശിന്റെ ഉള്ളൂ. ഇവിടെയാണ് ബൈക്കൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. നമ്മള് ഷ്വാങ് ബീച്ച്, അവിടെയാണ് ഇവിടുത്തെ കൊസമോയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഒക്കെ ഉള്ളത്. സോ വി കം ഹിയർ. ഇതുണ്ട്, കണ്ടോ? ഇങ്ങനെ ഒരു ഇത് ഫുള്ള് ഈ അങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും എല്ലാം ഒരു 1 കിലോമീറ്റർ നേരെ നടക്കുന്നതെല്ലാം അങ്ങോട്ട് ഇനി ഷോപ്പിംഗ് സോൺസാണ്.
ഇതിപ്പോൾ ഇവരൊരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഷോപ്പിൽ കയറിയിരിക്കുക. ഇത് പല മോഡലും ഇവർ സോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ സി ഇതെന്ത് ഫ്ലേവറാണ്? ഇത് ലില്ലി ഫ്ലേവറിലെ ഒരു സോപ്പാണ്. ആൻഡ് ദിസ് ഈസ് ലോട്ടസ്. ലോട്ടസ് സോപ്പാണ്. പിന്നെ ഇവിടെ സോപ്പ് മാത്രമല്ല, നാച്ചുറൽ ബോഡി വാഷ്, നാച്ചുറൽ ഷാംപൂസ്, ഇതിൻ്റെ അകത്തെല്ലാം 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പാനോ നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് നമ്മളില്ലേ ഇവിടെ തായ് കോക്കനട്ട് ഓയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു മസാജിന് വന്നു. അതിൻ്റെ ഒരു സ്പേസാണ് കേട്ടോ ഇത്. ഇനി മസാജ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, നമ്മൾ മസാജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലഞ്ചിന് പോവാം. വി ആർ ഗോയിങ് ടു എ പ്ലേസ് കോൾഡ് സമ്മർ ബൈ കൊക്കോ ടൗൺസ്. ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സമയം എന്തായി? 3 മണിയാ? 3:20 ആകുമ്പോൾ അവിടെ നമ്മളിതേ ഈ സ്ട്രീറ്റിൽ തന്നെയായിരുന്നു. ഞാൻ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ നിന്ന് കാണിച്ചെന്നില്ലേ, ഈ സ്ട്രീറ്റിൽ തന്നെയായിരുന്നു എല്ലാം. ആൻഡ് ഇറ്റ് വാസ് നൈസ്. നല്ല സൂപ്പർ മസാജ്, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു മസാജായിരുന്നു അല്ലേ ബേബോ? ഹൗ വാസ് ദ മസാജ്? എൻജോയ് ചെയ്താ? ഇന്നലെ പോയതിനേക്കാളും എൻജോയ് ചെയ്താ? കാരണം ഭയങ്കര മറ്റേ പീസ്. ഇത് നമ്മുടെ ഒരു റൂമിൽ 2 പേര് ഇങ്ങനെ കിടക്കുന്നു, എന്നിട്ട് അവർ മസാജ് ചെയ്തിരുന്നു. ആ സംഭവമായിരുന്നു. ഇന്നലെ നമ്മൾ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല, ആ സ്റ്റാറ്റിക് അല്ലേ? എനിക്ക് ഇടയ്ക്ക് മറ്റേ കൈ കടഞ്ഞ പോലെ തോന്നി, ഇങ്ങനെ കൈ ഇങ്ങനെ കുറെ നേരം. ബട്ട് ഇറ്റ് വാസ് നൈസ് ഓൺലി. ഐ എൻജോയ്ഡ് ഇറ്റ്. നമ്മള് ഇതർ ഇറ്റ് വാസ് അരോമ തെറാപ്പി, അല്ലെങ്കിൽ എന്താണ് വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള മസാജ് എടുത്ത്, ഹോട്ട് ഓയിൽ മസാജ്. ഇറ്റ് വാസ് റിയലി നൈസ്. ഇപ്പൊ നമ്മള് ലഞ്ചിനേക്ക് പോവാണ്. നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്നു, കഴിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, വീണ്ടും കഴിക്കുന്നു. അതെ ഗൈസ്, അതാണ് ആക്ച്വലി ഉദ്ദേശം. നമ്മുടെ ഫുൾ റിലാക്സ് ചെയ്തൊരു ട്രിപ്പാണ് ഇത് ഈ തവണ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മള് എനിക്ക് തോന്നുന്നു കൂടുതലും പീപ്പിൾ ഹൂ ഗോ ടു തായ്ലാൻഡ് ആൻഡ് ഓൾ, അവർ കൂടുതലും ഫുക്കറ്റ്, ക്രാബി, ബാങ്കോക്ക് അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനത്തെ കുറെ എന്താ പറയുക, ഈ ആ സിംഹമൊക്കെയുള്ള സ്ഥലത്തിന്റെ പേരെന്താണ്, ആ നാഷണൽ സൂ പോലത്തെ. നോ, ദീസ് പീപ്പിൾ ഗോ ആൻഡ് ടേക്ക് പിക്ചേഴ്സ് വിത്ത് അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നോ. ഇതൊരു വളരെ എങ്ങനെ നിങ്ങൾക്ക് വെറുതെ പൈസ കൊടുത്ത് സുഖിച്ചിരിക്കാം എന്നൊരു വെക്കേഷനാണ്. ആൻഡ് അങ്ങനത്തെ ഒരു വ്ളോഗുമാണിത് അല്ലേ? ബിക്കോസ് വി ജസ്റ്റ് വോണ്ട് ടു റിലാക്സ്. അതാണ് മെയിൻ. വെറുതെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഇന്ന് രാവിലെ എണീറ്റു, ലിറ്ററലി നത്തിങ്. രാവിലെ എണീറ്റു, കുറേ നേരം ഞാൻ ആ ഹാളിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നു, ലാപ്ടോപ്പൊക്കെ എടുത്ത് ഇന്നലെ ഇട്ട വ്ളോഗിന് എത്ര വ്യൂ ആയെന്നൊക്കെ നോക്കി. കൊള്ളാം, അടിപൊളി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഡാന പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു. ബേസിക്കലി ഭയങ്കര ഓവർ സ്ട്രെസ്ഡ് ആയിട്ടൊരു സംഭവമൊന്നുമല്ല. ഐ മീൻ കുറേ സാധനങ്ങൾക്ക് അത് കാണണം ഇത് കാണണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഡാനൊക്കെ ആക്ച്വലി എന്തൊരു കുക്കിംഗ് ക്ലാസ്സിനൊക്കെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അതുപോലും ഇല്ല. എനിക്ക് കുക്കിംഗ് ക്ലാസ്സിന് പോകണമെന്ന് പോലും ഇല്ല. ചില്ല് ചെയ്യാ. കാരണം ഇനിയിപ്പോ തിങ്കളാഴ്ച ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ പറയാൻ പാടില്ല. ഓക്കെ സോറി. കണ്ട, അതാണ് അവസ്ഥ. സോ വി ജസ്റ്റ് വോണ്ട് ടു റിലാക്സ്. അതാണ് മെയിൻ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ആസ് ഐ സെഡ് നേരത്തെ, നിങ്ങൾ സാധാരണ തായ്ലൻഡ് വ്ളോഗുകൾ പോലെ ഫുക്കറ്റ് ക്രാബി അതൊന്നുമല്ല. നമ്മൾ ഇത്തവണ പോകുന്ന എല്ലാം ഐലൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. നമ്മൾ ആകെ ഒരു ദിവസമാണ് ബാങ്കോക്കിലുണ്ടായിരുന്നത്. നൗ ടുഡേ വി ആർ ഇൻ കൊ സമോയ്. നാളെ നമ്മൾ ഉച്ചയ്ക്ക് വി ആർ ടേക്കിംഗ് എ ഫെറി ടു ഒരു ഐലൻഡ് അഗെയിൻ. നാളെയും മറ്റന്നാളും അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഐലൻഡിൽ നമ്മളൊരു ദിവസമുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ബാങ്കോക്കിൽ വൈകുന്നേരം, ഇങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം വരുന്നു. സാറ്റർഡേ ഉച്ചയ്ക്ക് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ മെയിൻലി നമ്മൾ ഫുള്ള് ഈ പറയുന്ന ഐലൻഡുകളിലാണ് നമ്മുടെ
ഫീൽ അബൌട്ട് ദിസ് ട്രിപ്പ്? ഗ്രേറ്റ്. ഗ്രേറ്റ്. അങ്ങനല്ല, സാധാരണ ഇപ്പൊ പോകുന്ന ട്രിപ്പുകൾ നിങ്ങൾ കാനഡയിലൊക്കെ പോകുമ്പോ ഉള്ള പോലെയാണോ അതോ? നമ്മുടെ ട്രിപ്പുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയും മസാജ് ഇവിടുത്തെ പ്രത്യേക. ഇവിടെയും കംബോഡിയയിലും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത ഈ മസാജ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇറ്റ്സ് ആക്ച്വലി ബിറ്റ് മോർ എക്സ്പെൻസീവ് കമ്പയർ ടു കംബോഡിയ. പക്ഷേ ഈ മസാജ് ബിസിനസ് ആയിട്ട് സെല്ല് ചെയ്യുന്നു. പറഞ്ഞ പോലെ ടൂറിസ്റ്റ് പീപ്പിൾ. കാനഡയിലും ട്രിപ്പ് പോയതും ഇവിടത്തെ ട്രിപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ചോദിക്കണം. പിന്നെ നമ്മൾ ഫിഷിംഗ് കാണും. ഫിഷിംഗ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. ഹൈക്കിംഗ്, ഫിഷിംഗ്. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് തായ് മസാജ്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ സൈറ്റ് സീയിങ് പോകുന്നുണ്ട്. പിന്നെ കൾച്ചർ, ഫുഡ് അടി, ഫുഡ് എക്സ്പ്ലോർ ചെയ്യും. ആക്ച്വലി ഫുഡ് എങ്ങനെയുണ്ട് ഇവിടുത്തെ? ആക്ച്വലി നന്നായിട്ടുണ്ട്. കഴിച്ച എല്ലാം ഒരുവിധം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇന്നത്തെയും ഇന്നലത്തെയും ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലേക്ക് ഐ തിങ്ക് മൈ പ്രോബ്ലം വാസ് ഐ ഹാഡ് ദീസ് എഗ്സ് ആൻഡ് അത് എഗ് നോർമൽ അതാ എനിക്ക്. അതായത് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ തായ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കഴിച്ചില്ല. നമ്മൾ കഴിക്കണൊക്കെ ഈ പറയുന്ന മുട്ടയാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് തായ് ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം ബാക്കിയൊക്കെ നമ്മൾ കഴിക്കണൊക്കെ ലഞ്ചും ഡിന്നറും ഒക്കെ അങ്ങനത്തെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ പോകുന്ന ഒരു ഇംഗ്ലീഷ് ലൈക്ക് കെഫെ കൈൻഡ് ഓഫ് പ്ലേസിലാന്ന് തോന്നുന്നു അല്ലേ? സോ ലെറ്റ്സ് സീ. എനിക്ക് ഇത്തവണ ഐ വോണ്ട് ടു ഹാവ് ലൈക്ക് പാഡ് തായ് നൂഡിൽസ് ഓർ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും. സോ അവിടെ ഉണ്ടോ നോക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ എന്താ പറയുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആ സ്ഥലം കാണിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചു എന്ന് കാണിച്ചിട്ടത് എന്തിനാണ് വെറുതെ ഈ മുട്ട കഴിക്കുന്നത് ഞാൻ എന്തിനു കാണിച്ചു തരണം അല്ലേ? ഞാൻ വീട്ടിലും കഴിക്കുന്നത് അതേ ഫുഡാണ്. പക്ഷെ ലഞ്ച് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓർഡർ ചെയ്താൽ അല്ലേ? എന്നല്ലേ കാര്യമുള്ളൂ. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ കാണിക്കണതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് നോർമൽ eggs and sausage കഴിക്കുന്നത് I don't want to show. So we are almost എത്താറായിട്ടില്ല. ഇവിടെ എത്തി. ഇതിന്റെ അകത്ത് കൂടെ കയറി പോണം. നോക്കട്ടെ. We will go in and show you. We are എത്തൽസ്. ഫുൾ തായ്ലാൻഡ് എവിടെ പോയാലും ഇപ്പോ ഇങ്ങനത്തെ വ്യൂ ആണ് ഗൈസ്. കണ്ണ് തുറന്ന വെള്ളം, പച്ചപ്പ്, ഇത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ലൈക്ക് അല്ലേ? വോട്ട് യു ഗൈസ് ഫീൽ? കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ 2 ദിവസത്തിൽ കാണിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അടിപൊളി എന്ന് നിങ്ങൾക്ക് തോന്നിയ സ്ഥലം കമൻറ്റ് ചെയ്യും. അടിപൊളിയായിട്ടില്ലേ? ഐ ലവ് ദിസ് പ്ലേസ്. ഒരു വെയിലാണ് എന്നാലും ലുക്ക് അറ്റ് ദ വ്യൂ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റെസ്റ്റോറൻറ്റ് ഓർ കെഫെ ഇതാണ്. ഈ സമ്മർ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് നടക്കാം. ഇതാണ് നമ്മുടെ കെഫെ. നമ്മളിനി വല്ല ബീച്ച് വ്യൂ കിട്ടുന്ന ഒരു സീറ്റ് കണ്ടുപിടിക്കട്ടെ. ഞാനൊരു ഗ്രിൽഡ് ഹാം ആൻഡ് ചീസ് സാൻഡ്വിച്ച് പറഞ്ഞായിരുന്നു. അത് വിത്ത് ടൊമാറ്റോ സൂപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഐ ഓൾസോ ഓർഡേർഡ് അസായി ബോൾ. അത് ഞാൻ കുറച്ച് കഴിച്ചു. തായ്ലാൻഡിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കുടിച്ചൊരു ഡ്രിങ്ക് ഉണ്ടെങ്കിൽ അത് കരിക്കാണ്. കരിക്ക് ഭയങ്കര റിഫ്രഷിങ്ങും ഇറ്റ് വാസ് വെരി നൈസ്. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അസായി ബോൾ. ഓ മൈ ഗോഡ്, ഇത് എവിടെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ? ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ യം. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്നറിയോ? നോക്കൂ, അടിപൊളി കടല്, ഭയങ്കര ശാന്തമായിട്ട്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. പറയാതെ വയ്യ. തായ്ലാൻഡിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് ഇവിടുത്തെ പഴയ ഡയറക്ടറി ആയിരുന്നു തോന്നുന്നു കേട്ടോ. എല്ലാം ഈ മാഞ്ഞൊക്കെ പോയി കണ്ടോ. നമ്മുടെ ക്യാബ് അങ്ങനെ വന്നു. ക്യാബില് നമ്മളിപ്പം ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകും ഗൈസ്. ഞാനും സുബിനും കൂടെ ഒരു അഡ്വഞ്ചറസ് യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്ന വില്ലേജ് ഒരു റോക്ക് പൂൾ ഉണ്ടത്ര, ഒരു ബീച്ച് ഉണ്ടത്ര. നമ്മള് ഇതൊക്കെ കാണണ്ടേ? അപ്പോ അതൊക്കെ നമ്മൾ കാണണ്ടേ? അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്.
ഇന്നലെ എന്തോ പോയിട്ട് അത് ഇതുവരെ കണ്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പോയി നോക്കാം. പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. ഒരു സുഖമില്ല കൈസ്, ഇതിന് തിരിച്ച് വലിയ കയറണം ആലോചിക്കുമ്പോണ്ടല്ലോ ഓക്കെ കണ്ടോ. പക്ഷേ നടക്കാനേ ഒരു സുഖമില്ലാണ്ടുള്ളൂ. ആ സീനറി നിങ്ങളൊന്ന് നോക്കൂ, എന്ത് ഭംഗിയെന്ന്. ഓഫ് മൈ ഗോഡ്. തായ്ലാൻഡിൽ എനിക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം വരുന്നത് നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ലുക്ക് അറ്റ് ദ വ്യൂ. ഓ പൂളി ദൈവമേ, ഇനി റോക്ക് പൂൾ എവിടെയാണോ എന്തോ. നമുക്ക് നടക്കാം. നമ്മളൊരു യൂറോപ്യൻ രാജ്യത്തൊക്കെ എത്തിയതുപോലൊരു ഫീലിംഗ്. ഓ ദേ ഒരു പൂൾ എത്തി ഗൈസ്. ഇതുണ്ട് ഇവിടെ ഒരു സെറ്റ്. ഇതന്നെ റോക്ക് പൂൾ കണ്ട. അടിപൊളി പൂള്, നല്ല ആഴമൊക്കെ ഉണ്ട്. യാ റിയലി നൈസ്. ലുക്ക് അറ്റ് ഇറ്റ്. ടിങ് ടി ടിങ് ടി 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 ടിങ് ടി ടിങ് ടി ടി ടി. ഓ എൻ്റെ മോനെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് നോക്കുന്നത് എന്തിലേക്കാണ്? കടൽ. ഓ കാട്ടപ്പൊളി. ലുക്ക് അറ്റ് ദാറ്റ് ഫ്രെയിം ഗൈസ്. ഇതാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്. തായ്ലാൻഡ് വ്ളോഗ് ഭയങ്കരമായി നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണിക്കുന്നു, അതൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഈ സ്വിമ്മിങ് പൂളിൽ കിടക്കുക, ഈ ബീച്ച് നോക്കി കിടക്കുക, എന്ത് രസമായിരിക്കും അല്ലേ? അതാണ് നമ്മുടെ ആക്ച്വലി ഇത്തവണ നമ്മുടെ വെക്കേഷൻ. ലൈക്ക് റിലാക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് കണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ വരും, അപ്പോൾ അതും കാണിച്ചു തരാം ഗൈസ്. ഞാൻ പറഞ്ഞ നമ്മൾ പൂളിലിറങ്ങാൻ പോവാം. ലെറ്റ്സ് ഗോ. ഹലോ ബാക്കിയുള്ളവര് ഉണ്ട്. എന്റെ വ്ളോഗിലിടല്ല, സുബിൻ ഇപ്പുറത്തുണ്ട് ഗൈസ്. ഇങ്ങനെ കാണിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഞാൻ താഴെപ്പോലെല്ലാം നിൽക്കുന്ന കാല് മറ്റേ നല്ല നമ്മുടെ വില്ലയുടെ തൊട്ട് ബാക്കിലുണ്ട് പൂള്. വില്ല വിത്ത് പൂളാണ്, പറ്റൂല. ചെറിയൊരു കയറ്റം. ഹലോ ഗൈസ്, നമ്മൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പോവുകയാണ്. എവിടെ ചേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ്. ഗൈസ്, നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മൾ വന്നത് ഫിഷർമെൻസ് വില്ലേജ് എന്ന് പറയുന്നൊരു സ്പേസിലാണ്. ഇവിടെ ഫുള്ള് ഷോപ്പിങ്ങും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള സ്പേസാണ്. സോ നമ്മളിങ്ങനെ ചുമ്മാ നടക്കുക. വണ്ടി അടിപൊളി. കാൽനട ഉള്ളി ഗൈസ്. ബൈക്കും, അതായത് ചെറിയ സ്കൂട്ടറില്ലേ, അതും പറ്റും. കാറുകൾക്കൊന്നും പ്രവേശനമില്ല. അടിപൊളിയല്ലേ? നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഷോപ്പിംഗ് വാക്കിംഗ് പരിപാടി അങ്ങനെ. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഇതുവഴി ഇങ്ങനെ നടന്ന്, എനിക്കാണെങ്കിൽ എല്ലാവർക്കും, അതായത് വീട്ടിലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ ആം തിങ്കിങ് ഓഫ് ഗെറ്റിംഗ് സംതിങ് ഫോർ എവ്രി വൺ. സോ അങ്ങനെ ഒരു കടയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു വലിയ പട്ടി കിടക്കുന്നു ഗൈസ്. ഈ കട കണ്ടിട്ട് കൊള്ളാം. ഇനി കയറണം എന്നുണ്ടെങ്കിലും ഈ പുള്ളിക്കാരൻ കാരണം നമ്മൾ ഈ കട വേണ്ടെന്ന് വെച്ചു. സോ എനിക്ക് പേടിയാ. അപ്പം നമ്മളിങ്ങനെ നടന്ന് നല്ല രസമുണ്ട് ആക്ച്വലി. പിന്നെ ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, ഫിഷർമെൻ ആർട്ട് ഗാലറി ആണിത്. ദെൻ കഴിക്കാനൊക്കെ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു നൈസ് വൈബ് ഉള്ള ഏരിയ. ഇവിടെ എല്ലാം കണ്ടോ, ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റ്സ്, ഇപ്പുറത്തെ ഷോപ്പിംഗ്. ഇവിടെ ബാഗിലൊക്കെ, ഇത് ബാഗാ, തുണിയൊക്കെ ഉള്ള
ബാഗാണ്. ഇതിൽ അവർ എംബ്രോയിഡറി ഒക്കെ ചെയ്തു തരും. നമ്മുടെ പേരാണെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു തരും. അല്ലാണ്ട് ഇതിന് ഇങ്ങനത്തെ എംബ്രോയിഡറി ബാഗുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കൂളിംഗ് ഗ്ലാസ്, ഇത് സോപ്പ് കാർവിംഗ് ആണ് ഇവിടെ. അടിപൊളിയായിട്ടില്ലേ? ഇത് കണ്ട സോപ്പ് കാർവ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓൺ വൺ സൈഡ് ഇറ്റ് ഇസ് റെസ്റ്റോറൻറ്റ്സ്, ഓൺ ദി അതർ സൈഡ് ഷോപ്പിംഗ്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെയൊക്കെ. നല്ല രസമുണ്ട്. ഇത് വണ്ടികളും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം, വിച്ച് ഇസ് ആക്ച്വലി നൈസ്. ഇത് കൊസമോയ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫിഷർമെൻസ് വില്ലേജിലാണ് ഈ സ്ഥലം. നിങ്ങൾ എപ്പോഴെങ്കിലും തായ്ലൻഡിലൊക്കെ വരുവാണെങ്കിൽ കൊസമോയിൽ വരുമ്പോൾ ഇവിടെ എന്തായാലും ഒരു ദിവസം വരണം. ഓക്കെ, യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് ദിസ് പ്ലേസ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ആന ഗൈസ്. ഭയങ്കര ആഗ്രഹമുണ്ട് അതൊക്കെ മേടിക്കണം. പക്ഷെ നമ്മളിത് മേടിച്ചിട്ട് എങ്ങനെ ദുബായിലോട്ട് തിരിച്ചു കൊണ്ടുപോകും? എനിക്ക് ഭയങ്കര ഇങ്ങനെ, നമ്മൾ നേരത്തെ ഒരു ആർട്ട് ഗാലറി കാണിച്ചില്ലായിരുന്നു, ആ ആർട്ട് ഗാലറിയിൽ ആക്ച്വലി ഞങ്ങൾ കയറി ഒരു അടിപൊളി ഭയങ്കര ഭംഗിയുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ആസ് എ സെഡ് നമ്മൾ എങ്ങനെ ഇത് ദുബായ് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്നും മേടിച്ചില്ല. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ കാണാനില്ല, കായസ തപ്പിപ്പോട്ടെ. ആഷിഖിനെ തല ഞാൻ അങ്ങ് കണ്ടു, ബാക്കി ആരും ഞാൻ കണ്ടില്ല. അയ്യോ, ആ കണ്ട ആഷിഖിന്റെ തല അവിടെ തന്നെ ഉണ്ട്. പിന്നെ വേറൊരു സത്യം പറയട്ടെ, നല്ല പുഴുങ്ങണ ചൂട് നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല. വേർത്ത് കുളിച്ചാണ് നിൽക്കണം. ഇറ്റ് ഇസ് സോ ഹോട്ട്. ഐ മീൻ ഐ വുഡ്ന്റ് സേ ഹോട്ട്, ഇറ്റ്സ് ഹ്യൂമിഡ്. എനിക്ക് നമ്മൾ ദുബായിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ എക്സാക്ട് ചൂടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും കാര്യം. ദുബായിൽ ഇതിൻ്റെ അപ്പുറമുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ രാത്രിയൊന്നും ആക്ച്വലി ചൂടില്ല, ഇൻസ്റ്റഡ് ഹ്യൂമിഡിറ്റി, ഭയങ്കരമായിട്ട് വേർത്ത് കുളിക്കുന്നു. തായ്ലാൻഡിലും കോഹിനൂർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇത് പാസ് ചെയ്തപ്പോൾ ആഷിഖിൻ്റെ അടുത്ത് നല്ല മസാല ദോശയുടെ മണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് കയറി. അതായത് ഇവിടെ കുറേ ഫുഡ് സ്റ്റോൾസും ഫുഡ് പരിപാടികളാണ്. നല്ല മണം ഗൈസ്, അടിപൊളി മണം. എല്ലാം ഒരു സ്വീറ്റും എല്ലാ തരം ഫുഡുകളുടെയും ഒരു മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അത്ര ഉണ്ടാവുള്ളൂ. സോ ഐ എം വൈൻഡിങ് അപ്പ് മൈ വ്ളോഗ് ഹിയർ. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.